9-ാം തീയതി ഡിസംബറും 11-ാം തീയതി ഡിസംബറാണ് രണ്ട് ഇലക്ഷൻ്റെ രണ്ട് ഭാഗങ്ങൾ. അനന്തപുരിൻ്റെ ഇലക്ഷൻ 9-ാം തീയതി ഡിസംബർ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തൃശ്ശൂരിൻ്റെ നോർത്തിലെല്ലാം ഇലക്ഷൻ നടക്കുന്നത് 11-ാം തീയതി ഡിസംബർ. 13-ാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് എന്നാണ് ഇന്ന് ഞാൻ ടി വിയിൽ കണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കാണുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. വികസനം, വികസിത കേരളം, വികസിത കോർപ്പറേഷൻ, വികസിത മുനിസിപ്പാലിറ്റി, വികസിത പഞ്ചായത്ത് ഇത് സൃഷ്ടിക്കാൻ ഒരു അവസരമാണ്. എത്രയോ കൊല്ലം മാറി മാറി ഭരിച്ച LDFും UDFും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അവർ മാറ്റം ആഗ്രഹിക്കുന്നു. BJP NDA ഇന്നലെ തിരുവനന്തപുരം അനന്തപുരിൻ്റെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചു കാൻഡിഡേറ്റ്. ഇന്ന് മുതൽ അടുത്ത ഒരു 2-3 ദിവസം കാൻഡിഡേറ്റ് ലിസ്റ്റെല്ലാം ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം, വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, എത്രയോ കൊല്ലമായിട്ടും എത്ര കാലമായിട്ടും പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ